ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പാർട്ട് 1 നമ്മൾ ബോക്സറിൻ്റെ ഹൈറ്റ് കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഹൈറ്റ് നട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് നട്ട് ചെയ്യുമ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ലീക്ക് ആവുന്നുണ്ട്, എന്താ ചെയ്യുക, പേസ്റ്റ് ഇട്ടിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് ലീക്ക് ആവാനുള്ളൊരു കാരണം, നമ്മൾ ലെയ്ത്തിൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഓയിൽ സീലിൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചെയ്യാനുള്ളത്, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണങ്ങുന്ന അനാബോണ്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഔട്ടർ ത്രെഡിലും അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ ഇന്നർ ത്രെഡിലും പേസ്റ്റ് ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഹൈറ്റ് ചെയ്തതും നമ്മൾ വണ്ടി അപ്പോൾ തന്നെ എടുത്തിട്ട് ഉണങ്ങാനുള്ളൊരു സമയം കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് നമ്മൾ പശയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ഇട്ടാലും നമുക്കത് ടൈറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് തന്നെ പോകും. അത് ഈ ഇൻറ്റേർണലിലും ജസ്റ്റ് തേച്ച് കൊടുക്കുക, എന്നിട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്തെടുക്കുക. ഓവർ നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ടൂൾസ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ടൈറ്റ് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഓവർ ടൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലീക്ക് ആവാതിരിക്കുക, അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ സീലും നമ്മളിട്ട പേസ്റ്റും കറക്റ്റാണെങ്കിൽ ലീക്ക് ആവില്ല. ഇതിന് ജസ്റ്റ് സ്പാനറിട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബോക്സറിന് ഇതേ എൻജിൻ കാർഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിറ്റിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് പെയിൻറ്റ് അടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാമ്പ് ചെയ്യാണ് ചെയ്തത്. നമ്മൾ വെൽഡിങ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഇതിലൊരു നമ്മുടെ എൻജിൻ്റെ ആ ഒരു മൗണ്ടിങ് വരുന്ന ആ ഒരു ഫിറ്റിങ്ങാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫിറ്റിംഗ് ഉണ്ടാക്കുമ്പോൾ ചേസിൽ വെൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമല്ല. ചേസിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെൽഡ് ചെയ്യുന്ന ഭാഗത്ത് ചേസിൻ്റെ ബലം കുറയാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന്, അതുപോലെ തന്നെ ഇപ്പുറത്ത് 2, അതുപോലെ തന്നെ ഈ താഴെ നമ്മളൊരു പീസ് ഇങ്ങനെ ഒരു ക്ലാമ്പ് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽഡ് ചെയ്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്തത്. അപ്പോൾ മാക്സിമം എൻജിൻ ഗാർഡ് ചെയ്യുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലാമ്പിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് വരാം.